ഗർഭിണി രൂപത്തിലുള്ള കാക്കാത്തിയമ്മ ഉപപ്രതിഷ്ഠയായുള്ള ക്ഷേത്രം ഏവൂർ കണ്ണമ്പള്ളിയിൽ ദേവീക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവമായ പ്രതിഷ്ഠയുള്ളത്. നമസ്തേ, ഞാൻ രാധാകൃഷ്ണൻ. ഈ കണ്ണമ്പള്ളി കുടുംബത്തിലെ ഒരു അംഗമാണ്. സർവീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയറായി അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ കുടുംബം വളരെ പുരാതനമായ ഒരു കുടുംബമാണ്. അതിനോട് ചേർന്നാണ് ഈ കുടുംബക്ഷേത്രമാണ് ഉണ്ട്. അവരെല്ലാം പലയിടത്തായിട്ട് ഡിസ്പേഴ്സായി കിടക്കുകയാണ്. മാന്നാറ്, കാരാഴ്മ, മാവേലിക്കര, കരുനാഗപ്പള്ളി, ചവറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മൂല കുടുംബക്ഷേത്രമാണ്. അതുകൊണ്ട് ദേവിയെ തൊഴാനായിട്ട് അവർ ഇവിടെ ഫ്രീക്വൻ്റ്ലി വന്നുകൊണ്ട്. ആദ്യത്തെ കളരിദൈവം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശിവക്ഷേത്രമാണ്, മൂല ആധാരം. അതിനുശേഷമാണ് മറ്റുള്ള ദേവീക്ഷേത്രവും കാക്കാത്തിയമ്മ, അതെല്ലാം പിന്നീടാണ്. കായംകുളം രാജാവിൻ്റെ അധീനത്തിൽപ്പെട്ട് അതിൽ പടത്തലവന്മാരും ഒക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ തെക്ക് വശം ഓരോരുത്തരെ ഇരുത്തിരിക്കും. അതെല്ലാം ഓരോ പടത്തലവന്മാരുടെ ഇവിടുത്തെ കാര്യസ്ഥന്മാരും ഒക്കെ ആയിരുന്നു. അവർ മരിച്ചു പോയി കഴിയുമ്പോൾ അവർക്ക് ഇവിടെ ഇരിക്കണമെന്ന് പറയും. അങ്ങനെയാണ് അവരെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ധന്വന്തരി മൂർത്തിയുടെ ആവാസമുണ്ട്. അങ്ങനെയാണ് ഇവിടെ ധന്വന്തരി മൂർത്തിയെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അതും അമ്പലത്തിലല്ല, ഈ കുടുംബത്തിൽ. അങ്ങനെ 2 വർഷത്തിന് മുന്നെയാണ് ഈ ധന്വന്തരി മൂർത്തി അദ്ദേഹത്തിനെ ഇവിടെ വലിയ പൂജയൊക്കെ നടന്നു. വലിയ കണ്ണമ്പള്ളിൽ മഠം, അവിടാണ് ഞങ്ങളുടെ തന്ത്രി എഴുതാവശ്യം. അദ്ദേഹം തന്നെ വന്ന് ഇതിൻ്റെ പൂജകളൊക്കെ നടത്തി. അത് അങ്ങനെ ധന്വന്തരി മൂർത്തിയെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇവിടെ ദേവിയെ കാണാൻ എല്ലാ ഭാഗത്തു നിന്നും ഈ ബന്ധുക്കളെല്ലാം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുടുംബക്ഷേത്രമായിട്ടിത് കുടുംബക്ഷേത്രമാണെങ്കിൽ കൂടി ധാരാളം ആൾക്കാർ ഇത് ഉപാസിക്കുന്നുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബക്ഷേത്രമാണെന്ന് നമുക്ക് തോന്നുകയില്ല. എല്ലാവരും ഇത് കുടുംബക്ഷേത്രമാണോ എന്ന് ചോദിച്ചു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് തൊഴുകയും അതുപോലെ ശക്തിയുള്ള ഒരു ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. കാക്കാത്തിയമ്മ എന്ന് പറയുന്നത് ഒരു ഉപാസനാമൂർത്തി, പിന്നീട് വന്ന ഉപദേവതയാണ് ഇവിടെ. ഈ ക്ഷേത്രങ്ങളൊക്കെ വന്നതിന് ശേഷം ശക്തി സ്വരൂപിണി, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിൽ ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. അന്നു മുതൽ ഞങ്ങളുടെ ആരാധനാമൂർത്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയെപ്പോലെ തന്നെ ദേവിയുടെ ഉപദേവതയായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ കുലദേവതയാണ്. അമ്മയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ടുള്ള എല്ലാ ഗതിക്കും അമ്മയാണ് സാക്ഷ്യം വഹിക്കുന്നത്.